നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കാസർഗോഡ് സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം സെന്ററിൽ നടത്തി. സെന്ററിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്ത യോഗം പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ പുരോഗതിയും വിലയിരുത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുസ്തഫ 10,000 രൂപ ക്യാമ്പയിന്റെ ഭാഗമായി ഭാരവാഹികളെ ഏൽപ്പിച്ചു. പ്രസിഡന്റ് PM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A പ്രഭാകരൻ നായർ റിപ്പോർട്ട് അവതരണം നടത്തി. ട്രഷറർ MA സലാഹുദ്ദീൻ, മറ്റു ഭാരവാഹികളായ ജിൽജിൽ, രാധാകൃഷ്ണൻ കാമലം, പത്മാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. എഴുത്തുകാരനും ആൽഫ എടത്തിരുത്തി ലിങ്ക് സെന്ററിന്റെ സജീവ പ്രവർത്തകനും ചന്ദ്രപിന്നി സ്വദേശിയുമായ സതീഷ് വിശാഖപട്ടണത്തിന്റെ ലേഖനം CBSE പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചു. ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിങ്കളി വെങ്കയ്യയുടെ സംഭവബഹുലമായ ജീവിതകഥയും ദേശീയ പതാകയുടെ ചരിത്രവുമാണ് പാഠപുസ്തകത്തിൽ 7ാം ക്ലാസ് മലയാള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രവാസി എഴുത്തുകാരനായ സതീഷ് കുമാർ വിശാഖപട്ടണത്തിന് ഇതിനകം ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആൽഫ കൊച്ചി സെന്ററിന് പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത പാർട്ടിക്കിൾ ബോർഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനി സോഹാലാൻഡിന്റെ CSR പദ്ധതിയിൽ നിന്ന് തുക അനുവദിച്ചു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി 4 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിന് പരിശ്രമിച്ച സെന്ററിന്റെ പ്രസിഡന്റ് സുബൈദ റഹീമിനോടും തുക നൽകിയ സോഹാലാൻഡ് സ്ഥാപകരോടും സെന്ററിനു വേണ്ടി സെക്രട്ടറി പ്രൊഫസർ JV ദിവാകരൻ നന്ദി അറിയിച്ചു. ആൽഫ മാള സെന്ററിന്റെ പ്രതിമാസ യോഗം തിങ്കളാഴ്ച സെന്ററിൽ ചേരും. ഈ യോഗത്തിന് ശേഷം സെന്റർ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ യോഗവും നടക്കുമെന്ന് സെക്രട്ടറി ലിസി ജോണി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ സന്തോഷ് ആത്തപ്പിള്ളി എന്നിവർ അറിയിച്ചു. അംഗങ്ങൾ കൃത്യസമയത്ത് യോഗത്തിൽ പങ്കെടുക്കണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.